അപ്പോൾ ഗൈസ് നമ്മൾ മുത്തുവിന് മൊബൈൽ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ഒരു സർപ്രൈസ് ഇട്ട് വാങ്ങിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വായിക്കാം, എങ്ങനെയായിരിക്കും ഒരു ഹാപ്പി ഫീലൊക്കെ കാണും. നമുക്ക് വായിക്കുമ്പോൾ അറിയാം. നമുക്ക് അവിടെ ചെന്ന് കാണിക്കാമേ. അപ്പോൾ ഗൈസ് ചെറിയൊരു സർപ്രൈസ് ആയിട്ട് നമുക്ക് അച്ഛന് കൊടുക്കാനാണ് ഒരു മൊബൈലാണ്. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ നിന്ന് നടന്ന് വരുമായിരുന്നു. അത് ആ ടൈമിൽ ഇവരെ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ വണ്ടി കയറാൻ സ്ഥലമില്ല, അതുകൊണ്ട് ആദ്യം ഇവരെ ഇറക്കിയിട്ട് പിന്നെ നമ്മൾ ഹാഫത്തേക്കും വണ്ടി ഉണ്ടാക്കിയിട്ട് വരും. അപ്പോൾ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ടാണ് ശരിക്കും കൊടുക്കാറുണ്ട്, പക്ഷെ കൂടെ വന്നു ആള്. അപ്പോൾ ഗൈസ് നമുക്ക് കടയിലോട്ട് കയറാം. അപ്പം നമ്മൾ അവർ 3 പേര് ഇവിടെ നിൽപ്പുണ്ടത്. മുത്തു നിൽക്കുന്ന കണ്ട മൊബൈൽ നോക്കാതിരിക്കുക. അപ്പം മൊബൈൽ നോക്കിയാൽ നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് എനിക്കും കൂടെ മൊബൈൽ വേണമെന്നുണ്ട്. അങ്ങനെ നീ നോക്കണ്ട, കിട്ടില്ല, അതേ നടക്കുകയുള്ളൂ. പക്ഷെ വലുതാകുമ്പോൾ സ്വന്തമായിട്ട് വായിക്കേണ്ട അവസ്ഥയെ വരുള്ളൂ അല്ലേ? നോക്ക്. അപ്പോൾ ഗൈസ് ഈ ഫോണാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. ഇപ്പോൾ കാണിച്ച ഫോണാണ് വാങ്ങിക്കാൻ പോകുന്നത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ഫോണുമില്ല. ഞാനിവിടെ വെച്ചാൽ പറ്റുമോ? പറ്റും. എന്തായാലും വെക്കാൻ പറ്റില്ല. എല്ലാം തട്ട വെച്ച് വെക്കാൻ പറ്റും. കുഞ്ഞി എന്നെ തട്ടിയിടണം. എന്നെ തട്ടിയിടണം. ഇപ്പം കാണാല്ലേ നമ്മൾ ഇവള് ഇന്നലെ രാത്രി വന്നു അല്ലേ? പിന്നെ നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ടും കുറേ കളിച്ചു. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ വാങ്ങിക്കാൻ കുറേ ദിവസമായി. മുത്ത് പറഞ്ഞ് മൊബൈൽ വേണം എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലോചിച്ച് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി വാങ്ങിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി വാങ്ങിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൾക്ക് കാണും. എക്സൈറ്റ്മെൻറ്റ് എല്ലാവരും കാണും. പിന്നെ നമ്മൾ ഇത് മൊബൈൽ വേണമെന്ന് ചോദിച്ചിട്ട് വാങ്ങിക്കുമ്പോൾ ഇച്ചിരി സർപ്രൈസ്. നമ്മൾ പറയാതെ വാങ്ങിച്ചെടുക്കുമ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമുക്കൊക്കെ അങ്ങനെ കിട്ടിയാൽ കൊള്ളായിരുന്നു. അങ്ങനെ അപ്പോൾ ഗൈസ് എൻ്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. അത് മാർച്ച് 31, അതും ലാസ്റ്റ്. ഇനി മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം.